ഹലോ, മീറാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇവിടെ നിന്നാട്ടോ ഞങ്ങളുടെ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. ഇന്നലെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കടലക്കറിയാണ് ഞങ്ങൾ വെക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് വിത്ത് ചമ്മന്തിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കടലക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞു. അവിടെ ഞങ്ങൾ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തു. വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മക്കളെ വിളിക്കുന്നതാണ് കേട്ടോ. ഇവർ എണിക്കാൻ തന്നെ പാടാം. ഇവരെ ഏൽപ്പിച്ച് ഡ്രസ്സൊക്കെ യൂണിഫോം ഇടിപ്പിച്ച് ഇവർക്ക് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തുട്ടോ. അതെ, ഒരാളവിടെ നിന്ന് കഴിക്കണം കണ്ടില്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ജോലിക്ക് പോയി, മക്കൾ സ്കൂളിലേക്കും പോയി. വൈകിട്ട് ഒരു 5 മണി ആയപ്പോഴാട്ടോ ഞങ്ങൾ എത്തിയത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ദോശ മതി, മസാല ദോശ മതി എന്ന്. അങ്ങനെ മസാല ദോശ ഉണ്ടാക്കണ പണിയിലാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് അവൾ പഠിച്ചത് കേൾപ്പിക്കാനാണ് കേട്ടോ വരുന്നത്. അങ്ങനെ മസാല ദോശയ്ക്കുള്ള മസാലയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇലയിട്ട് സബോള ഇട്ട് വാട്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ച ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും വേവിച്ചത് അങ്ങോട്ട് മിക്സ് ചെയ്തു കേട്ടോ. അതാണ് എൻ്റെ മസാല. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ട് പച്ചക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി ഞങ്ങൾ ഒതുക്കി വെച്ചു. തക്കാളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തക്കാളി എടുത്തതേ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇത് പിള്ളേർക്ക് മസ്റ്റാണ് കേട്ടോ. ദോശ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. സബോള എടുക്കുക, തക്കാളി എടുക്കുക, ഒന്ന് വാട്ടുക, അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇടുക. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കടുക് പൊട്ടിച്ച് കാച്ചി കഴിഞ്ഞാൽ. അങ്ങനെ ദോശ ഉണ്ടാക്കി ഇവരൊക്കെ കഴിച്ചു. എൻ്റെ പണി ഇവിടെ തീർന്നിട്ടില്ല. സ്കൂളിലേക്കുള്ള ലെസൺ പ്ലാൻ എഴുതാനുണ്ട്. ബാക്കി ഞാൻ പിന്നെ പറയാം കേട്ടോ വിശേഷങ്ങൾ.